പുഴയുടെ ഒരു മൂലയിൽ തുമ്പോളി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. അത് പകുതി ഗ്രാമവും പകുതി പട്ടണവുമാണ്. രണ്ടിൻ്റെയും തിന്മകൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അർത്ഥം. എൻ്റെ വീട് മംഗലത്ത് എന്ന പേരായ തറവാടാണ്. ആ പ്രദേശത്ത് ഏറ്റവും അധികം സമ്പന്നമായ ഒരു തറവാടാണ് മംഗലത്തറവാട്. ഏകദേശം ഒരു പ്രാവശ്യം തേങ്ങ ഇടുമ്പോൾ നാളികേരമാണ് ഞങ്ങളുടെ പ്രധാന വരുമാന മാർഗം. 65,000-ഓളം തേങ്ങ കിട്ടുമായിരുന്നു. അതുപോലെ നെല്ലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ വളർന്നു വന്നത്. അത് അവിടുന്ന് പിന്നെ എനിക്ക് മാറേണ്ടതായി വന്നു. എൻ്റെ അച്ഛൻ ഒരു 10 വയസ്സ് കഴിഞ്ഞപ്പോൾ മരിച്ചപ്പോൾ ഞാനും അച്ഛന് മരിക്കാറായപ്പോൾ അമ്മയും കൂടി മറ്റൊരു വീട് താമസമായി. അച്ഛൻ തന്നെ വെപ്പിച്ച വീടാണ്, ചെറിയ വീടാണ്. അവിടെയാണ് എൻ്റെ ബാല്യകാലം കഴിഞ്ഞത്. ഞാൻ പഠിച്ചത് അതിനടുത്തുള്ള പ്രൈമറി സ്കൂളിലാണ്. പേരുകൾ മുഴുവൻ പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ആ സ്കൂളിൽ പഠിച്ചതിന് ശേഷം 3ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം ഞാൻ പിന്നെ ആലപ്പുഴ നഗരത്തിൽ ലിയോ 13 ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്നാണ് അന്ന് അതിൻ്റെ പേര്. ആ സ്കൂളിലാണ് 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അവിടെ നിന്ന് 10ാം ക്ലാസ് മെട്രിക്കുലേഷൻ ജയിച്ചതിന് ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അന്നത്തെ ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സിൽ പഠിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിൽ ചേരുന്നതിന് തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് എനിക്ക് ലോകപരിചയം ഉണ്ടാകുന്നത്. മഹാനഗരമാണ്, നല്ല ലൈബ്രറിയുണ്ട്, പിന്നെ എല്ലാ സജ്ജീകരണങ്ങളുള്ള ഒരു തലസ്ഥാന നഗരമാണല്ലോ. അതെല്ലാം കണ്ട് അന്ന് രാജവാഴ്ചയാണ്. ആ കാലത്താണ് ഞാൻ ജയിച്ചത്. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു കൊല്ലം ഞാൻ ഒരു UP സ്കൂളിൽ അധ്യാപകനായി. പ്രതിമാസം 30 രൂപ കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു കൊല്ലം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ കോളേജ് വന്നു. അതിൻ്റെ പേര് സനാതന ധർമ്മ അഥവാ SD കോളേജ് എന്നാണ്. ആ കോളേജിൽ BScക്ക് ചേർന്നു. സുവോളജി എൻ്റെ ഐച്ഛിക വിഷയമായിരുന്നു. ഞാൻ കെമിസ്ട്രിക്കും ഫിസിക്സിനുമാണ് നല്ലപോലെ പഠിക്കുന്നത്. പക്ഷേ അവിടെ സുവോളജിയേ ഉണ്ടായിരുന്നുള്ളൂ, കെമിസ്ട്രിയും ഫിസിക്സും ഇല്ല. സയൻസ് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവിടെ പഠിച്ചു. BSc പാസ്സായതിനു ശേഷം ഞാൻ 3 വർഷം സ്കൂൾ അധ്യാപകനായി. ആദ്യം അധ്യാപകനായത് സനാതനധർമ്മ സ്കൂളിൽ തന്നെയാണ്. അവർ എന്നെ ഒന്ന് വിളിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് വളരെ വാശിയേറിയ കോളേജ് യൂണിയൻ ചെയർമാൻ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തു. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അവർക്ക് രാഷ്ട്രീയമുള്ള വിദ്യാർത്ഥി കോൺഗ്രസ്, വിദ്യാർത്ഥി യൂണിയൻ, അവരൊക്കെ കൂടി 3 ത്രികോണ മത്സരമായി തുടങ്ങി അവരുടെ ഒറ്റ സ്ഥാനാർത്ഥിയെ മാത്രമായി എല്ലാം പിന്തുണയും ഞാൻ സ്വതന്ത്രനായിട്ട് നിൽക്കുകയും ചെയ്തു. അവസാനം തിരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചു. ഞാൻ ജയിച്ചതിൻ്റെ ഫലമായാണ് അന്നാണ് 1950 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത്. റിപ്പബ്ലിക് വിരുദ്ധ ദിനം അന്ന് ഇടതുപക്ഷ പാർട്ടികൾ അംഗീകരിച്ചില്ല. റിപ്പബ്ലിക് ആയെന്ന് വിരുദ്ധ ദിനമാണ്. പണിമുടക്കിന് ശ്രമിച്ചു. ഞാൻ പണിമുടക്കിനെതിരായിരുന്നു ചെയർമാൻ എന്ന രീതിയിൽ. എൻ്റെ എതിർപ്പിൻ്റെ കൂടെയാണ് വിദ്യാർത്ഥികൾ അധികം പേര് നിലകൊണ്ടത്. അതുകൊണ്ട് അവിടെ പിന്നീട് പ്രവർത്തനം പ്രയാസമായി തീർന്നു. ഇത് കണ്ട് മനസ്സിലാക്കിയ ഹൈസ്കൂളുകാരാണ് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയത്. ഇയാളുടെ അഭിപ്രായ സ്ഥിരതയുള്ളവനാണ്, അതനുസരിച്ച് നിൽക്കുന്ന ആളാണെന്ന് നമുക്ക് തോന്നിയിരിക്കാം. അവിടുത്തെ ഒരു VS താണുവയ്യർ അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയി അവിടെ അധ്യാപകനാക്കി. അവിടെ ഏറ്റവും അധികം ബഹളമുണ്ടെന്ന് കരുതിയിരുന്ന ഒരു ക്ലാസ്സിലാണ് എന്നെ ഏൽപ്പിച്ചത്. ആ ക്ലാസ്സിൽ ഞാൻ ചെന്നു. ആ കുട്ടികൾ ആട്ടിൻകുട്ടികളെ പോലെയാണ് പെരുമാറുന്നത് അവർ പിന്നീട് കണ്ടത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനോട് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അവരോട് മര്യാദയ്ക്കും അവരുടെ ആത്മാഭിമാനം ഉണർത്തുന്ന രീതിയിലും എപ്പോഴും പെരുമാറിപ്പോന്നു. ആ ആത്മാഭിമാനം അവർ തിരിച്ച് എന്നോടും തന്നു. അങ്ങനെയാണ് അവിടെ പഠിപ്പിച്ചു വരുന്നത്. അങ്ങനെ അവിടെ ടീച്ചർ എന്ന രീതിയിൽ അന്ന് തന്നെ എനിക്ക് വലിയ പ്രശസ്തി ആലപ്പുഴ നഗരം മുഴുവൻ തന്നെ കിട്ടിയെന്ന് പറയാം. അവിടെ പഠിപ്പിക്കുന്ന കാലത്താണ് മഹാകവി വള്ളത്തോൾ അദ്ദേഹത്തിൻ്റെ ഋഗ്വേദ പരിഭാഷ വിൽക്കണം എന്ന് പറഞ്ഞ് വന്നു ചേർന്നത്. അദ്ദേഹമായിട്ട് കൂടെ പോകണമെന്ന് ഹെഡ് മാസ്റ്റർ VS താണുവർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അവിടെ ഒരു റെഡ്ഡിയാരുടെ വലിയ സമ്പന്നനായ തുണിക്കട റെഡ്ഡിയാരുടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പുസ്തകം വായിക്കാറില്ല എന്ന്. അപ്പോൾ വള്ളത്തോൾ കൂടെ നിന്നാൾ വിളിച്ചു, എന്താ പറഞ്ഞത്, ചെവി വയ്ക്കില്ലല്ലോ. അയാൾ വിരലിൽ എഴുതി കാണിച്ചു, ഞാൻ പുസ്തകം വായിക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ വള്ളത്തോളിൻ്റെ ഭരതബോധം അപ്പോഴാണ് ഞാൻ കണ്ടത്. വള്ളത്തോൾ അയാളെ നോക്കി പറഞ്ഞു, 2 ശിക്ഷ ഒന്നിച്ച് അനുഭവിക്കേണ്ട, വാങ്ങിച്ചാൽ മതി, വായിക്കേണ്ട എന്ന് പറഞ്ഞു. പിന്നെ താണുവർ ഹെഡ് മാസ്റ്റർ കയറി പറഞ്ഞ് ആ പുസ്തകം വാങ്ങിപ്പിച്ചു അങ്ങനെ കൊണ്ട്. അതാണ് അന്നത്തെ 1-2 അനുഭവം.
അന്ന് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ പലരും വളരെ നിലയിൽ പോയിട്ടുണ്ട്. ഒരാൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ ഡോക്ടറായി, വലിയ ഡോക്ടറാണ്. അവിടെ എന്നെ കാണാൻ വരും. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഒരാളൊരു ഇൻ്റർനാഷണൽ സയൻറ്റിഫിക് മാഗസിൻ്റെ എഡിറ്ററാണ് അമേരിക്കയിൽ. അയാൾ എനിക്ക് 90 വയസ്സ് ആഘോഷിക്കുന്ന പത്രത്തിൽ കണ്ടപ്പോൾ അന്ന് ആദ്യമായി കേരളത്തിൽ വന്നതാണ്. എന്നെ കാണാൻ വന്നു. കൊച്ചുകുട്ടിയായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ എൻ്റെ ഇവിടെ അടുത്ത് വന്ന് കുറേ നേരം എന്നെ നോക്കിയിരുന്നു. സാർ എന്നെ അറിയുമെന്ന് ചോദിച്ചു. ആളൊക്കെ മാറി, തലമുടി മുഴുവൻ നരച്ചു, താടിമീശ നരച്ചു, രൂപം തന്നെ മാറിയിരിക്കുന്നു. പക്ഷേ ഞാൻ അല്പനേരം നോക്കിയിട്ട് അയ്യരല്ലേന്ന് ചോദിച്ചു. വളരെ ആഹ്ലാദത്തോടുകൂടി എൻ്റെ കാര്യത്തിലോട്ട് വിളിച്ച് നമസ്കരിച്ചു. അതാണ് എൻ്റെ സ്റ്റുഡൻറ്റ് ടീച്ചർ ബന്ധം. എല്ലാ വിദ്യാർത്ഥികളുമായിട്ടും ആ ഒരു വ്യക്തിപരമായ ബന്ധം അവരുടെ ഹൃദയത്തെ സ്പർശിക്കത്തക്ക തരത്തിൽ ഞാൻ എങ്ങനെയോ സ്ഥാപിച്ചു. അവർ സ്ഥാപിച്ചെന്നും പറയാം, അവരുടെ മിച്ചമായിരിക്കാം. അവിടെ നിന്ന് ഞാൻ MAയ്ക്ക് ഉപരിപഠനത്തിന് പോകണം എന്ന് പറഞ്ഞു. ഹെഡ് മാസ്റ്റർ എന്നോടൊരു മകനെപ്പോലെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സാനിയുടെ ടീച്ചറായിരുന്ന പോരാ, പോയി പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ചേരാൻ പറഞ്ഞു. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ചേരാനായിട്ട് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കണ്ടത് പ്രൊഫസർ N. കൃഷ്ണപിള്ളയാണ്. മലയാളത്തിലെ നാടകകൃത്ത്, ഭഗ്നഭവനം, അനുരഞ്ജനം മുതലായ നാടകങ്ങൾ എഴുതി മലയാള നാടക ചരിത്രത്തിൽ നൂതനാധ്യായം ജയിച്ച പ്രൊഫസർ N. കൃഷ്ണപിള്ള നല്ല അധ്യാപകനാണ്, നല്ല പ്രസംഗകനാണ്. അദ്ദേഹം ഒരിക്കൽ യാദൃശ്യമായിട്ടെൻ്റെ സ്വാഗത പ്രസംഗം കേട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി എനിക്ക് മലയാളം നല്ലപോലെ അറിയാമെന്ന്. സാഹിത്യവും പൊതുവിൽ മലയാളമല്ല, ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. കുട്ടിക്കാലം മുതൽ വായന എൻ്റെ ശീലവും എൻ്റെ ഏകാന്തതയ്ക്ക് എപ്പോഴും സാന്ത്വനവുമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചു തീർത്തിരുന്നു. വായനയാണ് ഇന്നും ജീവിതത്തെ നിലനിർത്തുന്നത്. ഇപ്പോൾ എനിക്ക് കാണുകയില്ല, വായിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ചെന്ന് ചേർന്നു. അന്ന് 3 വർഷം കഴിഞ്ഞാണ് ഞാൻ ചേരുന്നത്. അന്ന് എൻ്റെ സഹപാഠികളായിരുന്നവർ, സഹപാഠികൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, ആ കാലത്ത് കോളേജിൽ അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ പഠിച്ച ഒന്ന് തിരുനെല്ലൂർ കരുണാകരൻ, മറ്റൊന്ന് നബീസ ഉമ്മാൾ, മറ്റൊന്ന് അറ്റൂർ രവിവർമ്മ എൻ്റെ സീനിയറായിരുന്നു. ONV കുറുപ്പ് എൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് സാഹിത്യകാരന്മാരുടെ സ്ഥലത്ത് വെച്ചാണ് വന്നത്. അവിടെയും ഡിബേറ്റ് നടക്കുമായിരുന്നു. ആദ്യത്തെ ഡിബേറ്റിൽ ഞാനെടുത്ത വിഷയം കലയുടെ ലക്ഷ്യം പ്രചാരണമല്ല എന്നതാണ്. പുരോഗമനവാദികളെല്ലാം അതിനെ എതിർത്തു. പക്ഷേ ഞാനും എൻ്റെ അഭിപ്രായം പറഞ്ഞു. അതാണ് ഞാൻ പിന്നീട് കലയും പ്രചാരണവും എന്ന പേരിൽ ഉപന്യാസമായി എഴുതിയത്. അത് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ഒരു ഉപന്യാസമായും ചേർത്തിട്ടുണ്ട്. സാഹിത്യത്തിൻ്റെ സിദ്ധാന്തപരമായ ചില വശങ്ങൾ അതിനകത്ത് പ്രതിപാദിക്കുന്നു. അവിടെ MA ജയിച്ചതിന് ശേഷം MAയ്ക്ക് സ്വാഭാവികമായി എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ SN കോളേജ് കൊല്ലത്ത്, അവിടെയാണ് ആദ്യം കിട്ടിയത്. അവിടെ അധ്യാപകനായി. അധ്യാപകൻ എന്ന രീതിയിൽ അന്ന് അവിടെ വളരെ മുതിർന്ന കുട്ടികളാണ് പഠിപ്പിച്ചിരുന്നത്. വളരെ ബഹളമുണ്ടാക്കുന്ന കുട്ടികൾ. ആ കുട്ടികളും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവരും നോക്കിയിരുന്നു. ഞാനാണെങ്കിൽ ഇതുപോലെ തന്നെ ഇരുന്നു. പക്ഷേ ഞാനവിടെ ചെന്നതിന് ശേഷം ആദ്യ ക്ലാസ് മുതൽ എനിക്ക് വളരെ നിശബ്ദമായ ഒരു ക്ലാസ്സും കുട്ടികളുടെ ഒരു തരം സഹകരണവും ലഭിച്ചിരുന്നു. അതിൽ ഒരാളെ ഞാനിപ്പോൾ ഓർക്കുന്നത് സാംബശിവനാണ്, കഥാപ്രസംഗകൻ. സാംബശിവൻ അവിടെ എൻ്റെ ആദ്യത്തെ വിദ്യാർത്ഥിയാണ് കോളേജിൽ. സാംബശിവൻ അന്ന് കഥാപ്രസംഗം തുടങ്ങിയിരുന്നു. പിന്നീട് ഞാനുമായിട്ട് വളരെ ആത്മബന്ധം സ്ഥാപിച്ചു. സാംബശിവൻ മരിക്കുന്നവരെ സാംബശിവനോട് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, വിദേശ കഥകൾ കൂടി കഥാപ്രസംഗത്തിന് സ്വീകരിക്കണം. അങ്ങനെ വിദേശ സാഹിത്യമായിട്ട് ജനങ്ങളെ പരിചയപ്പെടുത്തണം. അങ്ങനെയാണ് അദ്ദേഹം ഡോസ്റ്റോവ്സ്കിയുടെയും ടോൾസ്റ്റോയുടെയും ഇബ്സൻ്റെയും മറ്റും കഥകൾ പറയാൻ തുടങ്ങിയത് എന്ന് വളരെ അഭിമാനപൂർവ്വം ഞാൻ ഓർമ്മിക്കുന്നു. ആളുകൾ അവസാനം വരെ ആത്മബന്ധം സ്ഥാപിച്ചിരുന്നു. അതാണ് ആ ബന്ധം. അതപ്പോൾ ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഗവൺമെൻറ്റിൽ അപേക്ഷിച്ചിരുന്നു. PSC നിയമനം കിട്ടി. മഹാരാജാസ് കോളേജിൽ 1956 ഞാൻ വന്ന് ലെക്ചററായിട്ടാണ്, ലെക്ചററാണ്, ഇന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ചേർന്നു. അവിടെയാണ് മിക്കവാറും എൻ്റെ ജീവിതകാലം മുഴുവൻ 28 വർഷം സർവീസുണ്ട്. 26 വർഷവും മഹാരാജാസ് കോളേജിലാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. ഇവിടെ നിന്ന് നടന്ന് കോളേജിൽ പോവും, ഉച്ചയ്ക്ക് ഇവിടെ തിരിച്ചു വന്ന് ഊണ് കഴിച്ചിട്ട് തിരിച്ച് കോളേജിൽ പോവും. അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചു വന്നത്. മറ്റെല്ലായിടത്തും കിട്ടിയതുപോലെ ഇവിടെയും കുട്ടികളുടെ സ്നേഹം, സഹകരണം, ഇതെല്ലാം അകാരണമായി തന്നെ എനിക്ക് കിട്ടി എന്ന് പറയാൻ സാധിക്കും.
അന്ന് ആദ്യകാലത്ത് പഠിച്ചിരുന്ന കുട്ടികളിൽ ചിലർ അഖിലേന്ത്യാ തലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ പോയിരുന്നു. ഒന്ന് AK ആൻ്റണിയാണ്, മറ്റൊന്ന് വയലാർ രവിയാണ്. അതുപോലെ നമ്മുടെ കോഓർഡിനേഷൻ കമ്മിറ്റി ചെയർമാനായിരുന്ന വൈക്കം വിശ്വൻ അന്ന് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയാണ്. ആ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ പഠിച്ചിരുന്നൊരു വിദ്യാർത്ഥിയാണ് നമ്മുടെ സിനിമാ താരം മമ്മൂട്ടി. അവരൊക്കെ പ്രശസ്തരായി തീർന്നവരാണ്. അവരൊക്കെ ഇന്നും വയലാർ രവി ജീവിക്കുന്നുണ്ട്. ആൻ്റണിയും മറ്റും ഇപ്പോഴും ഞാനുമായിട്ട് ബന്ധം തുടർന്ന് പോരുന്നുണ്ട്. അങ്ങനെ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തത് അവസാനം സർക്കാരുമായിട്ടൊരിത്തിരി തർക്കം ഒക്കെ വന്നതിന് ശേഷമാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് റിട്ടയർമെൻറ്റ് സുഖകരമായിരുന്നില്ല എന്ന് പറയാം. കാരണം അതിന് മുമ്പത്തെ ഗവൺമെൻറ് ധാരാളം അഴിമതിയിൽ മുഴുകിയ ഗവൺമെൻറ്റായിരുന്നു. അഴിമതിയിൽ മുഴുകിയ ഗവൺമെൻറ് എന്നായിരുന്നു. ഞാൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് വൈരോപ്പള്ളി കുറച്ച് ആ കാലം കഴിഞ്ഞ് എന്നെ പിടിച്ചേൽപ്പിച്ചു. എല്ലാവരും കൂടി എന്നെ ഏൽപ്പിച്ചു. അത് അഖില കേരള പുരോഗമന കലാസാഹിത്യത്തിൻ്റെ പ്രസിഡൻറ്റുമായി തീർന്നു. ഇടതുപക്ഷ ചായം എനിക്ക് ആദ്യം മുതലുണ്ട്. ഞാൻ സോഷ്യലിസ്റ്റ് വീക്ഷണം ആലോചിക്കാൻ തുടങ്ങിയ കാലം മുതൽ എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരംശമാണ്. എന്തുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നില്ല എന്ന് ചോദിച്ചാൽ, എനിക്ക് സമഗ്രാധിപത്യത്തിൽ വിശ്വാസമില്ല, വ്യക്തി സ്വാതന്ത്ര്യത്തിലാണ് വിശ്വാസം. അത് വളർത്തുന്നതിന് വേണ്ടി സോഷ്യലിസ്റ്റ് ആ സങ്കല്പത്തിലാണ് ഞാൻ ജീവിച്ചത്. ഒറ്റയാനാണ്. അങ്ങനെ വന്നത് കൊണ്ടപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ വിമർശനം. എനിക്കറിയാം, ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പിൽ പല കുട്ടികൾക്കും ട്രാൻസ്ഫർ കൊടുത്തിരുന്നത് ടീച്ചേഴ്സിന് കാശ് വാങ്ങിച്ചിട്ടാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന സംഭവമാണ്. പണം കൊണ്ട് കൊടുക്കുന്നതും ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് വരുന്നതും. സ്വാഭാവികമായും അതിനെ ഞാൻ നിശ്ചിതമായി വിമർശിച്ചിരുന്നു. അതുകൊണ്ട് അവസാനം അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഞാൻ വേണമെങ്കിൽ റിട്ടയർമെൻ്റ് കാലമായപ്പോൾ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പുറത്തേക്ക് പോരുകയാണ് ചെയ്തത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് 87 തിരഞ്ഞെടുപ്പ് വരുന്നത്. ഞാൻ സജീവമായി പുരോഗമന കലാസാഹിത്യ സംഘ പ്രവർത്തകനായി, ഇടതുപക്ഷത്തിൻ്റെ വക്താവായി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനായി. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ 87 എന്നെ വന്ന് എല്ലാവരും കൂടി നിർബന്ധിച്ചു. നമ്മുടെ MM ലോറൻസ്, പിന്നെ EMS, ഇവിടെ ഉണ്ടായിരുന്ന TK രാമകൃഷ്ണൻ സാംസ്കാരിക മന്ത്രിയായി. അങ്ങനെ കുറേ പേര് വന്ന് ദിവസേന നിർബന്ധിക്കുകയും മത്സരിക്കണം. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. സമ്മതിക്കാതെ ഇരുന്നപ്പോൾ അവസാനം EMS എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തത്വാധിഷ്ഠിതമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒന്ന്, സമുദായവുമായി ബന്ധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഞങ്ങൾ കൂട്ടിച്ചേരിക്കില്ല എന്നങ്ങനെയാണ് ഉണ്ടായിരുന്നത്. 2, ഞങ്ങൾ തത്വങ്ങളനുസരിച്ചായിരിക്കും ഭരിക്കാൻ പോകുന്നതും അതനുസരിച്ച്. അപ്പോൾ സാംസ്കാരിക പ്രവർത്തകർ കുറേ പേർ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നിശ്ചയിച്ച ഒരാൾ സാനിമാഷാണ്. ഇപ്പം മത്സരിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾക്ക് അതൊരു തിരിച്ചടിയായി ഭവിച്ചെന്ന് വരാം. ഈ ഇടതുപക്ഷം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മത്സരിച്ചേ തീരൂ. എൻ്റെ വീട്ടുകാർ അനുകൂലമായിരുന്നില്ല, പൊതുവിൽ ആരും സുഹൃത്തുക്കൾ അനുകൂലമായിരുന്നില്ലെങ്കിലും ഒടുവിൽ ഞാൻ സമ്മതിച്ചത് ഇത് കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ്. ഒരു കാലത്തും കോൺഗ്രസ് അല്ലാതെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല. കോൺഗ്രസ്സിന് മാത്രം പോരാ, ഇവിടെ ഒരു കത്തോലിക്ക സമുദായ അംഗമല്ലാതെ ആരും ജയിച്ചിട്ടില്ല. അവിടെ മത്സരിക്കുക എന്ന് പറയുന്നത് ഒരു ഒഴുക്കിനെതിരെ നീന്തുന്നത് പോലെയാണ്. പക്ഷേ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ തോറ്റെന്ന് വരാം, അങ്ങനെയാണെങ്കിൽ സാനു മാസ്റ്റർ പൊട്ടിപ്പോയെന്നോ എനിക്ക് സാനു പൊട്ടിപ്പോയി 2 ദിവസം വിളിച്ചെന്നും വരും, അത് സഹിക്കണം, പിന്നെ ഞാൻ പോയിക്കോളാം പഴയതുപോലെ എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ മത്സരം ഒത്തു വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും വന്നു. ഒന്നിനും പോകാത്ത M. ഗോവിന്ദൻ വരെ എനിക്ക് വേണ്ടി പ്രസ്താവന ഇറക്കിയിരുന്നു. തോപ്പിൽ ഭാസിക്ക് ഒരു കാര്യമില്ലായിരുന്നു, തോപ്പിൽ സുഖം പ്രസംഗിച്ചു. എല്ലാ കക്ഷിക്കാരും വന്ന് പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങി. ഞാൻ 10,000-ലധികം മത്സരിച്ചത് AL ജേക്കബ് എന്ന് പറയുന്ന ഈ നിയോജക മണ്ഡലത്തിലെ കണ്ണിലുണ്ണിയാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, വ്യക്തിപരമായി നമ്മളൊന്നും പിണക്കമില്ല, എനിക്ക് ജേക്കബ് ചേട്ടനെന്നാണ് ഞാൻ വിളിച്ചിരുന്നത്, ജയിക്കുന്ന സ്നേഹമാണ്, ബഹുമാനമാണ്, ഇങ്ങനെ വന്നു പോയി. പക്ഷെ അങ്ങനെ ഞാൻ ജയിച്ചു വന്നതിന് ശേഷം നിയമസഭാംഗമായി. നായനാർ മുഖ്യമന്ത്രിയായിരുന്നു. TK രാമകൃഷ്ണൻ, KR ഗൗരിയമ്മ ഇവരെല്ലാം
വിദ്യാഭ്യാസ മന്ത്രിയുടെ ചന്ദ്രശേഖരൻ സോഷ്യലിസ്റ്റ് നേതാവ് ഒരിക്കലാണ് ഇരുന്നപ്പോൾ 5 കൊല്ലം അല്ല, ഒരു 4 കൊല്ലം പഠിച്ചുള്ളൂ. 4 കൊല്ലം മുഴുവൻ MLA എന്ന രീതിയിൽ അതിൻ്റെ ധർമ്മങ്ങൾ നിറവേറ്റി. ധർമ്മം നിറവേറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അസംബ്ലിയിൽ ഞാൻ എൻ്റെ ആദ്യത്തെ പ്രസംഗം എല്ലാവരും ശ്രദ്ധിച്ച പ്രസംഗമാണ്. അത് കൊണ്ട് ആളുകളിങ്ങനെ ഞാൻ പ്രസംഗിക്കുമ്പോൾ എല്ലാ കക്ഷിഭേദമന്യേ എല്ലാവരും വന്ന് കൂടും. പിന്നെ എനിക്ക് ആരോടും വിരോധമില്ല, പ്രതിപക്ഷത്തോടും സ്നേഹത്തിൽ പോകും. അങ്ങനെ 4 കൊല്ലം പൂർത്തിയാക്കി. ഈ ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു. ഞാൻ വന്നതിന് ശേഷം ഈ ഭാഗത്തിൻ്റെ ഒരു അപ്പുറത്തുള്ള ഒരു ദ്വീപിൽ മുളവുകാട് എന്ന് പറയും, അവിടെ ആദ്യമായി വികസനത്തിൻ്റെ റോഡ് പണിത് MLA റോഡ് ഞാൻ അവിടെയാണ് വെച്ചത്, പിന്നൊക്കെ ഉള്ള ആ സ്ഥലത്ത്. അത് നായനാർ വന്ന് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ മൂപ്പന്മാർ താമസിക്കുന്ന കോളനിയിൽ ചെന്ന് അവർക്ക് ലൈറ്റ് ഉണ്ടാക്കി കൊടുത്തു. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങൾ ഞാൻ എപ്പോഴും പോയി കണ്ടു. അതുപോലെ എന്നും ദുഃഖിതരുടെ, അവശത അനുഭവിക്കുന്നവരുടെ, പരാജിതരുടെ മിത്രമായിട്ടാണ് അക്കാലം ഞാൻ പ്രവർത്തിച്ചത്. 4 വർഷം കഴിഞ്ഞപ്പോൾ മുമ്പ് തന്നെ അന്ന് സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാക്കി ആ പീരീഡിൽ തന്നെ അങ്ങനെയും ഇരുന്നു. 4-5 കൊല്ലം ഒരു പീരീഡ്, ഒരു ടേം മുഴുവൻ ഞാൻ അവിടെ ഇരുന്നു. ഞാൻ അക്കാദമി ഇരിക്കുമ്പോഴാണ് ആദ്യമായി ഒരു സാംസ്കാരിക ഡയറി അക്കാദമിയുടെ പേരിൽ ചെലവഴിക്കുന്നത്. അതുപോലെ അക്കാദമി അംഗങ്ങൾക്ക് ആരും അവാർഡ് കൊടുക്കരുത് പ്രമേയം പാസ്സാക്കിയതും ഞാനാണ്. അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാവുന്നിടത്തോളം ശുദ്ധീകരണ പ്രക്രിയ തുടങ്ങാൻ ഞാൻ സമ്മതിച്ചു പോന്നിരുന്നു. അക്കാദമിയിലെ സ്റ്റാഫിന് പെൻഷൻ കിട്ടുന്നതിനോട് ശ്രമിച്ചു. പക്ഷേ എൻ്റെ കാലത്ത് ശേഷമാണ് അവർക്ക് പെൻഷൻ കിട്ടിയത്. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പത്രലേഖകൻ എന്നോട് ചോദിച്ചു, അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നായനാർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അങ്ങനെ മാസ്റ്റർ പറഞ്ഞു ശരിയായില്ല, വരുന്ന തിരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞ മറുപടി പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, ഒരാൾക്ക് 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ മത്സരിക്കില്ല എന്ന് വെച്ചു. എന്തുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു? MLAമാർ ധാരാളം സേവനം ചെയ്യുന്നവരാണ്. ഞാൻ രാഷ്ട്രീയ രംഗം, സാഹിത്യരംഗം, അധ്യാപകം എല്ലാവരോടും പരിചയമുള്ള ഒരാളാണ്. എങ്കിലും MLAമാർ പൊതുവിൽ ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നവരാണ്. അവരൊരു ആത്മാർപ്പണമുണ്ട് അക്കാര്യത്തിൽ. സംഭവിച്ചു കൊടുത്തത് ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്നത് രാഷ്ട്രീയ രംഗത്തല്ല, സാംസ്കാരിക രംഗത്താണ് എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തിരിച്ച് സാംസ്കാരിക രംഗത്തേക്ക് ഞാൻ മടങ്ങി വന്നതിന് ശേഷം ഒരു സംഘടനയിലും അംഗമാകാതെ ഏകാഗിയായി നിന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായി 50-ൽ കുറയാത്ത പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ജീവചരിത്രങ്ങൾ. അതിലാദ്യം ഞാൻ എഴുതിയത് വളരെ പ്രചാരമുള്ള ഒരു ജീവചരിത്രമാണ്. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. വളരെ അനേകം പതിപ്പുകൾ ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകമാണ്. പിന്നീട് നാരായണഗുരുസ്വാമി, അദ്ദേഹം ആധ്യാത്മിക ആചാര്യനും നവോത്ഥാന പുരുഷത്തിൻ്റെ പ്രതീകവുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എഴുതി. കുമാരനാശാൻ്റെ ജീവിതത്തിൽ എഴുതി മൃത്യുഞ്ജയം കാവ്യജീവിതം. പിന്നെ അതുപോലെ അനേകം M. ഗോവിന്ദൻ്റെ ജീവചരിത്രം എഴുതി. അനേകം ജീവചരിത്രങ്ങൾ 10-17 പേരുള്ളതെങ്കിലും ഞാൻ എഴുതി കാണും. ഞാനത് എഴുതി നോക്കിയിട്ടില്ല. 50-ഓളം പുസ്തകങ്ങൾ ഞാൻ എഴുതി. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അസ്ഥിപഞ്ജരം എന്ന രൂപത്തിൽ എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ. ഇനി എൻ്റെ ജന്മമുണ്ടെങ്കിൽ അധ്യാപകനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ എഴുത്തുകാരനാകാനും ആഗ്രഹിക്കുന്നു. സാഹിത്യരംഗത്തും ഇതിനെല്ലാം ഇതൊക്കെ ആഗ്രഹമുള്ളതാണ്. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് R. സുഗതൻ എന്ന പേരായ ഒരു അധ്യാപകനാണ്. അദ്ദേഹം അന്ന് ചൂരൽ തല്ലിൽ പ്രകാരം അധ്യാപകർക്ക് നിർദ്ദയം നടത്താവുന്ന ഒരു ഘട്ടമാണ്. ഹൈസ്കൂളിൽ ചെന്നപ്പോൾ അടിയുണ്ട്. ഞാൻ കുസൃതി ചെയ്യാറുണ്ട്, എന്നാലും തല്ലി കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം തല്ലിയില്ല. ശമ്പളം 5 രൂപയാണെന്നൊരു അധ്യാപകന്, പ്രൈമറി സ്കൂൾ. അത് കിട്ടുമ്പോൾ ഞങ്ങൾക്കെല്ലാം ശമ്പളം കിട്ടുമ്പോൾ ഞങ്ങൾക്കെല്ലാം പെപ്പർമെൻറ്റ് മിഠായി വാങ്ങിച്ചു തരും. പിന്നീട് അദ്ദേഹം പറയും, ഇങ്ങനെ എൻ്റെ വീട്ടിൽ പൂജയൊക്കെ നടക്കും, അതിൻ്റെ പലഹാരം കൊടുക്കുമ്പോൾ എന്തിനാണ് ഈ ഇച്ചിരി കൊണ്ടുവന്ന് എനിക്ക് തരുന്നതൊക്കെ ചോദിക്കുന്ന തമാശ. ദൈവത്തിലൊന്നും വിശ്വാസമില്ല. പിന്നീട് അദ്ദേഹം ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രവർത്തനത്തിന് പോയി.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആദ്യത്തെ നേതാക്കന്മാരിൽ ഒരാളായി, MLA ആയി. അവസാനം വരെ അദ്ദേഹത്തിൻ്റെ സ്ഥലം വിറ്റ് പാർട്ടിക്ക് കൊടുത്തു. പാർട്ടി ഓഫീസിൽ 2 ബെഞ്ചിട്ട് കിടന്നു. അവസാനം വരെ ആ ജീവിതം അതേപടി തുടർന്ന് കിടക്കുന്ന ഒരാളാണ് R. സുഗതൻ. ആ ത്യാഗം എന്നിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പറയാം. എൻ്റെ കല്യാണം കഴിച്ചത് ആലപ്പുഴയിൽ നിന്നല്ല, വൈക്കത്ത് V. മാധവൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ മകളെയാണ്. അദ്ദേഹം കോൺഗ്രസ് മന്ത്രിയായിരുന്നു, A.J. ജോൺ ക്യാബിനറ്റിൽ. അദ്ദേഹത്തിൻ്റെ പുത്രി രത്നമ്മയാണ് എൻ്റെ ഭാര്യ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയ അപകടമാണ്. അതായത് തല്ലുകൊണ്ട് മരിച്ചുപോയവർ. രാജനുണ്ടല്ലോ, രാജനെ കൊന്നൊക്കെ ഞാൻ ക്യാമ്പിൽ വെച്ച്. രാജൻ്റെ അച്ഛൻ എൻ്റെ സഹപ്രവർത്തകരാണ് ഈശ്വര വാര്യർ. ഞങ്ങൾ ഒന്നിച്ചാണ് ആ കാളരാത്രിയിൽ രാജനെ അന്വേഷിച്ച് നടന്നത്. കൊന്നു പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ കണ്ടെത്തി ഒരു കാലത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അത് പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ബാങ്ക് ദേശസാൽക്കരിച്ചിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. അവസാനത്തെ ഭരണഘടനാ പരിഷ്കാരം അനുസരിച്ച് എങ്കിലും അത് നേരെയാകാൻ പോകുന്നില്ല എന്ന് അന്നെനിക്ക് തോന്നിയതാണ്. അതിൻ്റെ പ്രേതമാണ് പിൽക്കാലത്ത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആകെ ഇത്രമാത്രം അസ്ഥിരമാക്കി തീർത്തത്. മറ്റൊന്ന് മതം രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്നതാണ്. മതം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. രാഷ്ട്രീയത്തിൽ വിമർശന ബോധം ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും അടിസ്ഥാനപരമായി എതിരാണ്. അപ്പോൾ വിശ്വാസമല്ല, യുക്തിബോധവും വിമർശന ബുദ്ധിയുമാണ് ജനാധിപത്യത്തിൻ്റെ പ്രാണവായു എന്നുള്ളത് നാം മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ പുറകോട്ട് പോയി. കേരളത്തിലും നമുക്കറിയാം, വളരെ പുറകോട്ട് പോയിരിക്കുന്ന ആളുകൾ പഴയതിനേക്കാളധികം വിശ്വാസത്തിലേക്ക് അഭയം തേടുകയാണ് ചെയ്തത്. പുരോഗതിയിൽ വിശ്വാസമില്ല. ഞങ്ങളൊക്കെ അത് വിശ്വസിച്ച് വന്നവരാണ്. സോഷ്യലിസം എന്നുള്ള വാക്കേ മറന്നുപോയി. ആരും പറയാറില്ല. ഇപ്പോൾ ഇടതുപക്ഷ കക്ഷികൾ പോലും പറയാറില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഞാൻ കാണുന്നത്. എങ്ങനെ ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കാം നിങ്ങൾ ചോദിച്ചാൽ വീണ്ടും ജനാധിപത്യമാണ്. ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്, അവരുടെ കക്ഷിയാണ്. അവർക്ക് ഒരു പ്രതിപക്ഷമില്ല ഇന്ത്യയിൽ. ഒരു പ്രതിപക്ഷം ആവശ്യമാണ്, ആരോഗ്യകരമായ പ്രതിപക്ഷം. അത് ഒരു ജനാധിപത്യ കക്ഷിയാവണം. കോൺഗ്രസ് ജനാധിപത്യ കക്ഷിയായാൽ കോൺഗ്രസ്സിനാണ് അഖിലേന്ത്യാ തലത്തിൽ എന്നും പടർന്ന് കിടക്കുന്നത്. എങ്ങനെയൊക്കെ പറഞ്ഞാലും അപ്പോൾ കോൺഗ്രസ്സിൽ തിരഞ്ഞെടുപ്പ് നടത്തണം. കോൺഗ്രസ് ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം സോണിയാഗാന്ധിയെ നേരെ പ്രസിഡൻ്റാക്കുകയല്ല ചെയ്യേണ്ടത്. അവിടെ തന്നെ അവർക്ക് തെറ്റുപറ്റി. അന്നേ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നു. അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർ നേതൃത്വത്തിലേക്ക് വരാതെ കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്താതെ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ കക്ഷി ഇല്ലാതായി ജനാധിപത്യം സംരക്ഷിക്കാൻ സാധിക്കില്ല. അതാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് വിട്ടുമാറിയ ഈ കോൺഗ്രസ്സിനവർക്ക് അനുഭവമുണ്ട്. അവർ വിട്ടുമാറിയവരാണ്, ആദർശത്തിൽ ഉറച്ചിരിക്കുകയും ചെയ്തു. പക്ഷേ അവർക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടാതെ പോയി. ഇനി ഒരു മല കയറുന്നത് പോലുള്ളൊരു പരിശ്രമമാണ് ആവശ്യം ഇന്ത്യൻ ജനതയെ. കേരള ജനത പ്രബുദ്ധരാണ് ഇപ്പോഴും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രബുദ്ധരാക്കി രാഷ്ട്രീയത്തിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ച് അതിനൊരു ലക്ഷ്യമുണ്ടാക്കണം. ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യം എപ്പോഴും സോഷ്യലിസം തന്നെയാണ്. കാരണം എല്ലാ മനുഷ്യരും ജനിച്ചവർക്കും എല്ലാവർക്കും 3 അവകാശങ്ങളുണ്ട്. അവർക്ക് ഭക്ഷണത്തിന് അവകാശമുണ്ട്,